എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു സുദിനം നേരുന്നു. ഞാൻ നിങ്ങളുടെ സരസ്വതി ടീച്ചർ. നിങ്ങളൊക്കെ ചായയൊക്കെ കുടിച്ച് കാണുമെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എന്തൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ? ടീച്ചർക്കിന്ന് ഇഡ്ഡലി സാമ്പാറും. അപ്പോൾ സാമ്പാറിന് അടുപ്പത്തിരിക്കുന്നു. അതിൻ്റെ ഇപ്പോൾ കേട്ടോ. പിന്നെ ടീച്ചർ ഇന്നൊരു സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതായത് രാവിലെ അതിൻ്റെ ഇടയിൽ ഒരു നട്ട്സ് കഴിക്കട്ടെ, വിശക്കുന്നു. അങ്ങോട്ടും തരാം. കുറച്ച് നേരം സംസാരിക്കാൻ വിചാരിച്ചു. അതായത് ഇന്ന് പേരൻറ്റിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് പഴയ പേരൻറ്റിങ്ങും ഇപ്പോഴത്തേക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസം, എൻ്റയർലി ഡിഫറൻറ്റ്. പണ്ട് ഒരു വീട്ടിൽ കുറഞ്ഞത് ഒരു 8 മക്കളെങ്കിലും. എൻ്റെ വീട്ടിൽ തന്നെ 7 ആയിരുന്നു. എൻ്റെ അമ്മൂമ്മയ്ക്കുണ്ടായിരുന്നു 7 മക്കൾ. അടുത്ത വീടുകളിലൊക്കെ 8, 9, 10, 12, 16 മക്കൾ വരെ ഉള്ളത് എനിക്കറിയാം. അതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഞാനിത് തിന്നു നിന്നൊക്കൊന്ന് തോന്നണം കേട്ടോ. കാരണം രാവിലെ ഒരു രസം കഴിച്ചുകൊണ്ട് പറയുന്നു. ആ കുട്ടികൾക്കൊക്കെ ഒരു സ്വയം പര്യാപ്തത അവർ തന്നെ ആർജിച്ചിരുന്നു. ഇന്നത്തെ പോലെ സ്പൂൺ ഫീഡിങ് എല്ലാം കോരി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലായിരുന്നു. അല്ലായിരുന്നു. എല്ലാവരും കൃത്യമായി ഇന്ന ജോലികൾ ചെയ്തിരിക്കണമെന്ന് നിബന്ധന ഉണ്ടായിരുന്നു ഓരോ കുടുംബങ്ങളിലും. എല്ലാവരും കൃത്യമായി രാവിലെ ഒരു കുട്ടി ഇന്നത് ചെയ്യണം, അടുത്ത കുട്ടി ഇന്നത് ചെയ്യണം, അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോരോ ഡ്യൂട്ടി ഏൽപ്പിച്ചിരുന്നു. അവരത് പിറ്റേ ദിവസം പറയേണ്ട കാര്യമില്ല, എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നാണെങ്കിൽ 100 പ്രാവശ്യം പറഞ്ഞാൽ പോലും ചെയ്യില്ല. ഇന്ന് വീടിനെ സംബന്ധിച്ച് ഒരു കാര്യങ്ങൾക്കും കുട്ടികൾക്ക് ഉത്തരവാദിത്തങ്ങളില്ല, ഏൽപ്പിച്ചിട്ടുമില്ല, ഏൽപ്പിച്ച് കൊടുക്കുന്നുമില്ല. പഠിക്കുന്നത് പഠിക്കടാ എന്ന് പറയുന്ന പ്രശ്നമേ ഇല്ല. അവർ പഠിച്ചോളും. പക്ഷെ അന്നൊരു ദയനീയമായ അവസ്ഥ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ പോലെ ഈ ഓൾ പാസ് ഒന്നും വന്നില്ല. അപ്പോൾ ഒരു വിഷയത്തിന് 1/2 മാർക്ക് കുറഞ്ഞാൽ ആ കുട്ടി ആ വർഷം അവിടെ തോക്കും. എല്ലാ സബ്ജക്റ്റിനും 49 മാർക്കുള്ള കുട്ടി, 50-ൽ 49 മാർക്കുള്ള കുട്ടി ഒരു സബ്ജക്റ്റിന് 35 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. 34 മാർക്കേ ഉള്ളതിന് അവൻ തോക്കും. പ്രത്യേകിച്ച് കണക്കൊക്കെ പിള്ളേർക്ക് ഭയങ്കര പാടല്ലേ. അപ്പോൾ ഈ കണക്കിനൊക്കെ എല്ലാ വർഷവും തോക്കും. അപ്പോൾ ഒരു കുട്ടി 3-4 വർഷം ഒരു ക്ലാസ്സിൽ തോറ്റു കിടക്കും. പക്ഷേ ഞാനിവിടെ എൻ്റെ ഹേമാംബി ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ വരുമ്പോൾ 21 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അന്ന് അവിടെ 21 വയസ്സുള്ള കുട്ടി ഉണ്ടായിരുന്നു 10ാം ക്ലാസ്സിൽ. കാരണം എത്ര വർഷം തോറ്റ് കിടക്കുക പാവങ്ങൾ. പക്ഷെ ഒരു കുട്ടി പോലും ആത്മഹത്യ ചെയ്തിരുന്നില്ല. അവർ തോറ്റാൽ പിന്നെയും ട്രൈ അഗൈൻ എന്ന് പറഞ്ഞവർ അതുങ്ങൾ പിന്നെയും എഴുതി ജയിച്ചു വരും. ഇപ്പോൾ വ്യത്യാസം. എല്ലാ വിഷയത്തിനും A+ കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, പേരൻ്റ് ആത്മഹത്യ ചെയ്യുന്നു. കുട്ടികളുടെ തലയ്ക്കകത്തേക്ക് കയറ്റി വയ്ക്കുകയാണ്. നീ A+ കിട്ടിയേ, എല്ലാത്തിനും A+ കിട്ടിയേ മതിയാവൂ. നിൻ്റെ അടുത്ത വീട്ടിലെ കുട്ടിയെക്കാട്ടിൽ നീ കൂടുതൽ മേടിക്കണം, ഇല്ലെങ്കിൽ നിനക്ക്. കുട്ടികൾക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ ഇന്നത്തെ പേരൻസ്. അന്നതൊന്നുമില്ല. കുട്ടികൾ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, തോക്കുന്നു, ജയിക്കുന്നു, തോക്കുന്നു, അതൊന്നും വിഷയമില്ല. ഇന്ന് ഭക്ഷണമാണെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന നേരത്തെ അമ്മമാർ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തോണ്ടേ ഇരിക്കുക. അന്ന് എല്ലാവരും കഴിച്ചോന്ന് പോലും ആരും അന്വേഷിക്കുന്നില്ല. ഓരോരുത്തരും എന്നിട്ട് കഴിച്ചാലുമായി കഴിച്ചില്ലേലുമായി. ഇന്ന്
എനിക്ക് അറിയാം, എൻ്റെ സ്കൂളിൽ തന്നെ അതുപോലെ എനിക്ക് അറിയുന്ന പല പേരൻസും SSLC പരീക്ഷയുടെ മുമ്പ് 1 മാസം ലീവ് എടുത്തിരുന്ന് മക്കളെ പഠിപ്പിക്കുകയാണ്. ആലോചിച്ച് നോക്ക്, ആ കുട്ടികൾക്കും എത്ര സ്ട്രെയിനാണ്. അവർ പഠിച്ചോളും, ഇടയ്ക്ക് വേണേ ഒന്ന് പറയണം പഠിക്കണം, അല്ലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇരുന്ന് പഠിക്കുമെന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു. സിസ്റ്റമാറ്റിക്കായിട്ട് അവരോട് പഠിക്കുന്ന കാര്യം ഒരിക്കൽ പറഞ്ഞാൽ മതി. പിന്നെ പണ്ട് എല്ലാം ഷെയറിങ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഒരു സാധനം കിട്ടിയാൽ ഞാൻ പിള്ളേരോട് പറയും, മാങ്ങയുടെയും പേരയ്ക്കയുടെയും കഥ. നമ്മുടെ വീട്ടിൽ 7 മക്കളുണ്ടായിരുന്നു പറഞ്ഞല്ലോ, അതിൽ ഒരാൾ പോയി, പിന്നെ 6 പേരേ ഉണ്ടായിരുന്നു. ഈ ഒരു പേരയ്ക്ക് ഒരു മാങ്ങയോ കിട്ടിയാൽ അത് 6ആയിട്ട് പങ്കിടുമായിരുന്നു. എവിടെ പോയിട്ടാണെങ്കിലും ഒരാൾ വരുന്നിടം വരെ അതവിടെ സൂക്ഷിച്ചും വയ്ക്കുമായിരുന്നു. ഇന്ന് 1 അല്ല 9 കിട്ടിയാൽ അപ്പാടെ വിഴുങ്ങും. മറ്റുള്ളവരെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ച്, അച്ഛനമ്മമാരെക്കുറിച്ച് ഒന്നും ചിന്തയില്ല, സ്വാർത്ഥത. കുട്ടികൾക്ക് നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിനും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും ഒക്കെയാണ് ആദ്യം ബാലപാഠങ്ങൾ കൊടുക്കേണ്ടത്. ഈ മാർക്ക് മേടിക്കുക മാത്രമല്ല. എൻ്റെ അടുത്ത വീട്ടിൽ ചങ്ങനാശ്ശേരിയിൽ ഒരു പയ്യൻ, അന്നത്തെ കാലത്ത് അവൻ എല്ലാത്തിനും ഫുള്ളാണ്. എന്നിട്ട് അവൻ അക്കാലത്ത് സിവിൽ സർവീസ് പരീക്ഷ എഴുതി പാസ്സായി. മരിച്ചുപോയി അവൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവൻ്റെ കയ്യിലില്ലാത്ത ദുർഗുണങ്ങളൊന്നുമില്ലായിരുന്നു. അതേസമയത്ത് ഇപ്പോഴത്തെ വീട്ടിൽ 10ാം ക്ലാസ്സിൽ തോറ്റ പയ്യനുണ്ടായിരുന്നു. അവൻ ഏത് ജോലി കിട്ടിയാലും അത് സ്വീകരിച്ച് കുടുംബാംഗങ്ങളെ സംരക്ഷിച്ച് വീട്ടിലുള്ളവരെ സ്നേഹിച്ച് സമൂഹത്തിന് നല്ലവനെ ആരെപ്പോൾ എന്തിനു വിളിച്ചാലും അവൻ ഓടി വരുമായിരുന്നു. അപ്പോൾ ആ വ്യത്യാസം നോക്കൂ. അത് പറഞ്ഞുകൊണ്ട് എല്ലാവരും നല്ല നിലയിൽ പഠിച്ച് ഉയരുന്നവരൊന്നും മോശക്കാരാകുന്നില്ല, ചിലർ. അപ്പോൾ ഈ കുട്ടിക്കാലത്തെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ശീലങ്ങൾ ഇന്ന രീതിയിൽ ഒരു ശീലമാകുന്നത് തന്നെ എങ്ങനെയാണ്? പലവട്ടം ചെയ്യുമ്പോഴാണ് ഒരു കാര്യം ശീലമാകുന്നത്. പല പ്രാവശ്യം നമ്മൾ ആരും ജനിച്ചു വീഴുമ്പോൾ ശീലങ്ങളുമായിട്ടല്ല വരുന്നത് ഒരു പ്ലെയിൻ പേപ്പർ. പക്ഷേ പലവട്ടം ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്കത് ശീലമായി മാറുന്നത്. അപ്പോൾ കുട്ടികളെ നല്ല ശീലങ്ങൾ നമ്മൾ ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു വ്യക്തി നല്ലവനായെങ്കിൽ മാത്രമേ ആ വീടും ആ സമൂഹവും നന്നാവുകയുള്ളൂ, അവനെക്കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പേരൻറ്റിങ്ങിനെ കുറിച്ച് പറയാൻ വന്ന് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു. ഇന്ന് പേരൻസ് ആരും കുട്ടികളെ ഒരു അരമണിക്കൂറെങ്കിലും കേൾക്കാൻ ഉള്ള സന്മനസ് കാണിക്കുന്നില്ല. കുട്ടികളോടൊപ്പം ഇരുന്ന് കുറച്ചു നേരം ചെലവഴിക്കാൻ ഒരു പേരൻറ്റിനും സമയമില്ല. പണ്ടത് വേണ്ടിയിരുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. കുട്ടികൾക്ക് ഒരുപാട് സ്ട്രെസ്സാണ്, ടെൻഷനാണ്, വർക്ക് പ്രഷറാണ്. അപ്പോൾ വലിയവർക്കും എല്ലാവർക്കും ടെൻഷൻ, പ്രഷർ. അപ്പോൾ സ്കൂളിലോ കോളേജിലോ പോയിട്ട് വരുന്ന കുട്ടിയോട് അച്ഛനും അമ്മയും കൂടി ഇരുന്ന്, അല്ലെ മെയിനായിട്ട് അമ്മ, അച്ഛനും അമ്മയ്ക്കും റോളുണ്ട്, മെയിനായിട്ട് അമ്മ അവരുടെ അടുത്ത് അവരെ വിളിച്ചിരുത്തി അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അവലോകനം നടത്തണം. അപ്പോൾ കുട്ടി ഏതെല്ലാം രീതിയിൽ അവൻ അന്ന് ആ സമയം കൈകാര്യം ചെയ്തു എന്നുള്ളത്, വൈകുന്നേരം വരെയുള്ള സമയം കൈകാര്യം ചെയ്തു എന്നുള്ളത് വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് കുട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് എല്ലാ ദിവസവും നമ്മൾ അത് സസൂക്ഷ്മം കേൾക്കണം. കുട്ടികൾ പറയുന്നത് അവർക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദമുണ്ട്, സ്കൂളിലും കൂട്ടുകാരുടെ ഇടയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ. അപ്പോൾ നമ്മൾ രക്ഷിതാവല്ലാതെ ആരാണ് അത് കേൾക്കാനുള്ളത്? ഒരു മാതാവ് ഒരു നല്ല ടീച്ചറും കൂടെ ആയിരിക്കണം, ഒരു ടീച്ചർ ഒരു നല്ല മാതാവും കൂടെ ആയിരിക്കണം. കുട്ടിയുടെ ഓരോ ചലനവും അറിയാൻ അമ്മയ്ക്കും ടീച്ചർക്കും സാധിക്കണം. ഒരു നിമിഷം മതി ഒരു കുട്ടി വഴിതെറ്റാൻ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ.
ഇന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ലഹരിക്ക് അടിമകളായിരിക്കുകയാണ്. എല്ലാവരുമല്ല, ഒരു ഭൂരിഭാഗം. പണ്ടിതൊന്നുമില്ല. പണ്ട് ഈ പുതിയ സൈസ് ലഹരികളൊന്നുമില്ല. അപ്പോൾ കുട്ടികൾ ഇന്ന് നേരിടുന്ന, വലിയവരുടെ കാര്യം വിട, വലിയവരും ഇതൊക്കെ തന്നെ. പക്ഷെ ഇന്നത്തെ പിഞ്ചു തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും വരുമ്പോൾ കുട്ടികളെ ഒന്ന് ചെക്ക് ചെയ്യണം. അവരുടെ പുസ്തകങ്ങളൊക്കെ മറിച്ച് നോക്കണം. ആ ബുക്കിനകത്ത് എന്തൊക്കെ ഇരിക്കുന്നു എന്ന് നമ്മൾ നോക്കണം. അവൻ എന്തൊക്കെ പഠിച്ചു എന്ന് നമ്മൾ നോക്കണം. ഇതൊക്കെയാണ് ഒരു പേരൻറ്റിൻ്റെ ഏറ്റവും വലിയ കർത്തവ്യം. കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, കുറേ നല്ല ഡ്രസ്സുകളും വാങ്ങിച്ചു കൊടുത്ത്, പിന്നെ കുറേ A+ വാങ്ങിക്കാനുള്ള നിർദ്ദേശങ്ങളും കൊടുത്ത് അങ്ങ് കയറൂരി വിടുകയല്ല ഒരു പേരൻറ്റിൻ്റെ ലക്ഷ്യം. നല്ല തലമുറയെ വാർത്തെടുക്കാൻ ഓരോ പേരൻറ്റിനും ബാധ്യതയുണ്ട്. ഞാനിന്ന് വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. നാളെ ഞാൻ ഇതിൻ്റെ ബാക്കി പറയാം. ഒരുപാടെന്ന് പറയുമ്പോൾ വീഡിയോയിൽ നിങ്ങൾക്കും അത് അലോസരമായിട്ട് തോന്നും. കുറച്ച് കാര്യങ്ങൾ, പേരൻറ്റിങ്ങിൻ്റെ ഒരു പ്രാഥമികത മാത്രം ഞാനിന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞു വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞത് സശ്രദ്ധം കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടത് ക്ഷമിക്കണം. എല്ലാവർക്കും ഒരു സുദിനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. നമസ്കാരം.